ഏത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കിയാലും അവിടെയെല്ലാം നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റുകൾ കാണാം, നിറയെ മോദിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കാണാം. എന്നാൽ ഇതൊന്നുമല്ല വികസനം. രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ നിത്യസംഭവങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നീതി തേടി സമരം ചെയ്യുന്ന ലോക്കോ പൈലറ്റ്മാരെ കേൾക്കാൻ പോലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറല്ല. ആത്മാഭിമാനമുണ്ടെങ്കിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെച്ച് പുറത്തു പോകണം. मोदी की गारंटी है തൊണ്ണൂറ്റിനാലിൽ സ്വകാര്യവൽക്കരിച്ച ബ്രിട്ടീഷ് റെയിൽവേ 2000 ആണ്ടാകുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? അപകടങ്ങൾ തുടർക്കഥയായി. അപ്പോൾ ഈ ട്രാക്ക് മെയിൻ്റനൻസ് കമ്പനി കാശ് വാങ്ങുന്നതല്ലാതെ റിപ്പയർ നടത്തുന്നില്ല. അപ്പോൾ അപകടങ്ങൾ വന്നപ്പോൾ അന്ന് തന്നെ ഗവൺമെൻറ്റിന് നെറ്റ്വർക്ക് റെയിൽ എന്ന് പറഞ്ഞ് ഇതെല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ കഴിഞ്ഞ വർഷം കംപ്ലീറ്റായിട്ട് ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേ എന്ന് പറഞ്ഞിട്ട് ഇത് പൊതുമേഖലയെ കൊണ്ടുവന്നു. അർജൻറ്റീനിയൻ റെയിൽവേ അതെല്ലാം നശിച്ചു പോയി. ഇതുപോലെ അപകടങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് റെയിൽവേ ലൈനുകൾ തന്നെ ഇല്ലാതായി, അവിടെ ആൾ നടത്താതായി. അപ്പോൾ ഇപ്പോൾ അത് പുനർനിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ അടിക്കടി ഈ അപകടങ്ങളുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കാലത്തെ അന്വേഷണ കമ്മീഷനുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തിരുത്തലുകൾ വരുത്താതെ റെയിൽവേയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഫണ്ട് വിനിയോഗിക്കാതെ മുഴുവൻ സുരക്ഷാ കാറ്റഗറികളിൽ ഉൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തിക്കൊണ്ട് കാലാനുസൃതമായ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് ഇതെല്ലാത്തിനും ഉപയോഗിക്കേണ്ടതല്ലേ. നമുക്കിപ്പോൾ ACD ഉണ്ട്, ആൻറ്റി കൊളീഷൻ ഡിവൈസ്, അത് സ്ഥാപിക്കുന്നില്ല. ടെക്നോളജി ഉണ്ട്, അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഓരോ കാര്യത്തിലും ഇത്തരത്തിലുള്ള നയങ്ങളാണ് ഇതിനെ ഉണ്ടാക്കുന്നത്. ആ നയങ്ങൾക്ക് തിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോരാട്ടം അല്ലെങ്കിൽ അതിനെ ഉന്നയിക്കുമ്പോൾ അതിനോട് ഒരു അനുകൂല സമീപനമല്ല സ്വീകരിക്കുന്നത്, ചർച്ച ചെയ്യുകയല്ല ചെയ്തത്, പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത്, ഭീഷണിപ്പെടുത്തുക, ട്രാൻസ്ഫർ ചെയ്യുക, സസ്പെൻഡ് ചെയ്യുക, അതുപോലെ അവരെ പിരിച്ചുവിടാൻ നോക്കുക. ഈ രൂപത്തിലൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് എത്ര കാലം ഈ റെയിൽവേ പോലുള്ള ഇത്ര വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റും? ഓരോ അപകടം നടക്കുമ്പോഴും ഓരോ അന്വേഷണം പ്രഖ്യാപിക്കും. അന്വേഷണ കമ്മീഷനുകൾ കുറേ നിർദ്ദേശങ്ങൾ നൽകും. അവയെല്ലാം ചവറ്റുകുട്ടയിലെറിയും. ട്രെയിനുകൾ കൂട്ടിയിടിച്ചുള്ള അപകടങ്ങൾ തടയാനായി കവച് എന്ന സംവിധാനം സജ്ജമാക്കാൻ തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ റെയിൽ പാളങ്ങൾക്ക് 1,00,000 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. എന്നാൽ കവച് സംവിധാനം നടപ്പിലാക്കിയത് വെറും 1465 കിലോമീറ്റർ ദൂരത്തിൽ മാത്രം. റെയിൽവേയിൽ ആകെ ഒഴിഞ്ഞുകിടക്കുന്നത് 2,61,233 ഒഴിവുകൾ. ഇവയിലെ 16,059 ഒഴിവുകൾ ലോക്കോ പൈലറ്റുമാരുടേതാണ്. പ്രതിവാര വിശ്രമം ഒരു തൊഴിലാളിക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഒരു ദിവസം 30 മണിക്കൂറിന്റെ പ്രതിവാര വിശ്രമം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. I call upon the General Manager, Southern Railway, Shri R.N. Singh, to hand over the green flag to Honorable Prime Minister for flagging off the inaugural run of this prestigious Vande Bharat Express. The historic moment has arrived. The green flag is shown. The train has started. History has been created. A milestone achievement in the history of railways. പുതിയ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കും. എന്നാൽ ട്രെയിനുകൾ ഓടിക്കാൻ ആവശ്യമായ ലോക്കോ പൈലറ്റുമാരെ നിയമിക്കില്ല. 14 മുതൽ 20 മണിക്കൂർ വരെയാണ് പല ലോക്കോ പൈലറ്റുമാരും തൊഴിലെടുക്കുന്നത്. പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരും. അവ നടപ്പിലാക്കണമെങ്കിൽ പരിശീലനം നൽകണം. ലോക്കോ പൈലറ്റുമാർ പരിശീലനത്തിന് പോയാൽ ട്രെയിനുകൾ ഓടിക്കാൻ ആളുണ്ടാവില്ല. മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ റെയിൽവേ കുത്തഴിഞ്ഞ സംവിധാനമായി മാറി. ഇതിന്റെ പ്രത്യാഘാതമാണ് രാജ്യം ഇന്ന് നേരിടുന്നത്. ൽ ഒരു ഹൈപ്പവർ കമ്മിറ്റിയെ റെയിൽവേ തന്നെ ബോർഡ് തന്നെ നിയമിക്കുകയും അതിൻ്റെ ശുപാർശകൾ 2013 ഓഗസ്റ്റിൽ നൽകിയിട്ടുള്ളതുമാണ്. ആ കമ്മിറ്റി
തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ലോക്കോ പൈലറ്റുമാർക്ക് 2-ൽ കൂടുതൽ നൈറ്റ് ഡ്യൂട്ടി ഒരു കാരണവശാലും തുടർച്ചയായി നൽകാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ വിശ്രമം ശരിയായ വിധത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ ലോക്കോ റണ്ണിങ് സ്റ്റാഫിനുള്ള റണ്ണിങ് റൂമുകളുടെ നല്ല നിലയിൽ ഇത് ചെയ്യണം. ആഴ്ച വിശ്രമം ഏറ്റവും ചുരുങ്ങിയത് 40 മണിക്കൂർ നൽകണം. ഇങ്ങനെയുള്ള ശുപാർശകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അത് നടപ്പാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷൻ, സദൺ റെയിൽവേ ലോക്കോ പൈലറ്റുമാർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? 2 നൈറ്റ് ഡ്യൂട്ടിയിൽ കൂടുതൽ ഞങ്ങൾ ജോലി ചെയ്യില്ല, ഞങ്ങൾക്ക് ആഴ്ചയിൽ 46 മണിക്കൂർ വിശ്രമം വേണം എന്ന് പറഞ്ഞാൽ റെയിൽവേ അനുവദിച്ച 30 അവർക്കൊരു ദിവസം ഡ്യൂട്ടി എടുത്താൽ ബാക്കി കിട്ടുന്ന 16 മണിക്കൂർ ചേർത്താണ് അവർ ആവശ്യപ്പെടുന്നത്. അതായത് എക്വയർ കമ്മിറ്റി 40 മണിക്കൂർ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 30 മണിക്കൂറേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ തരത്തിലുള്ള ഇത് പരിഹരിക്കാത്തത് തീർച്ചയായും അപകടങ്ങൾക്കുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അതുപോലെ നിരവധി അപകടങ്ങൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക്കോ പൈലറ്റുമാർ സത്യത്തിൽ അതിലൊരു മുഖ്യ ഘടകമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സേവന വ്യവസ്ഥകൾ അല്ലെങ്കിൽ അവരുടെ ജോലി സമയം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ഇത് കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രാഥമികമായാണ്. അതുപോലെ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഭാഗം. ജൂൺ 2 ഒറീസയിലെ ബലേശ്വറിൽ ട്രെയിനുകൾ കൂട്ടിമുട്ടി. 296 പേരാണ് അന്ന് മരിച്ചത്. അന്ന് അവിടെ ഓടിയെത്തിയ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കുറെ നാടകം കളിച്ചു. യാതൊരു മാറ്റവും ഉണ്ടായില്ല. മാസങ്ങൾക്ക് ശേഷം ബംഗാളിലെ ഡാർജിലിംഗിൽ അപകടം ആവർത്തിച്ചു. ബൈക്കിന്റെ പുറകിലിരുന്ന് അപകട സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് ഷോ കാണിക്കാനാണ് ഇത്തവണ റെയിൽവേ മന്ത്രി ശ്രമിച്ചത്. ബാലസോർ അപകടത്തെ പറ്റി നമ്മൾ കണ്ടു. 3 ട്രെയിനാണ് ഇടിച്ചത്. 293 പേരാണ് മരണപ്പെട്ടത്. അതിനെ സംബന്ധിച്ച അന്വേഷണത്തിൽ സിഗ്നലിൻ്റെ പിഴവുകളുണ്ട്. എന്തുകൊണ്ടാണ്? കോൺട്രാക്ടൈസേഷനാണ്. മാത്രമല്ല, അങ്ങനെ കോൺട്രാക്ടൈസ് ചെയ്ത് ജോലി ചെയ്യിക്കുമ്പോൾ തന്നെ കൂടുതലായി അത് പരിശോധിക്കാനുള്ള സംവിധാനം വേണ്ടേ? സ്റ്റാഫ് വേണ്ടേ? സൂപ്പർവൈസറി ഓഫീഷ്യൽസ് വേണ്ടേ? സിഗ്നൽ ഇൻസ്പെക്ടർമാർ വേണ്ടേ? അതെല്ലാം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഒഴിവുകൾ നികത്തുന്നില്ല. 4 ലക്ഷം ഒഴിവുകളാണ് നിൽക്കുന്നത്. ലോക്കോ പൈലറ്റുമാർ നമുക്കറിയാം. ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. ലോക്കോ പൈലറ്റുമാർ ദീർഘകാലമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. അടുത്ത കാലത്ത് 5000 വേക്കൻസികൾക്ക് വിളിച്ചപ്പോൾ എന്താണ് ഇത് കാത്തിരിക്കുന്ന ബീഹാറിലെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള യൂത്ത് തെരുവിലിറങ്ങി. കഴിഞ്ഞ ജനുവരി 1 മുതൽ ബീഹാറിലെ പാറ്റ്നയിൽ നിരോധനാജ്ഞ മുൻകൂട്ടി ചെയ്യേണ്ടി വന്നു. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കലാപങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതും ആളുകൾ മരണപ്പെട്ടുള്ളതാണ്. ആധുനികവൽക്കരണമല്ല, സ്വകാര്യവൽക്കരണമാണ് മോദിയും അശ്വിനി വൈഷ്ണവും ചേർന്ന് റെയിൽവേയിൽ നടത്തുന്നത്. ചെലവ് ചുരുക്കൽ എന്ന പേരിൽ റെയിൽവേയിലെ തസ്തികകൾ വെട്ടിക്കുറച്ചാൽ ഉണ്ടാകുന്നത് വളർച്ചയല്ല, ഇതെല്ലാമാണ്.